ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മോസ്ഫെറ്റ് സർക്യൂട്ട് സെറ്റ് ഡി സി ആണ്. സോ കഴിഞ്ഞ ലെക്ചറിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മോസ്ഫെറ്റ് സർക്യൂട്ട് സെറ്റ് ഡി സി. സോ അതിൻ്റെ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. അനലൈസ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ടു ഡിറ്റർമിൻ ദ വോൾട്ടേജസ് അറ്റ് ഓൾ നോഡ്സ് ആൻഡ് കറണ്ട് ത്രൂ ഓൾ ബ്രാഞ്ചസ്. വി ടി എൻ തന്നിട്ടുണ്ട്. വി ടി എൻ 1 വോൾട്ട് ആണ്. അതുപോലെ തന്നെ കെ എൻ ഡാഷ് ഡബ്ല്യു ബൈ എൽ വാല്യൂ 1 മില്ലി ആംപിയർ പെർ വോൾട്ട് സ്ക്വയർ, ആൻഡ് ഓൾസോ വി ക്യാൻ നെഗ്ലക്ട് ദ ചാനൽ ലെങ്ത് മോഡുലേഷൻ എഫക്റ്റ്. സോ ഇതാണ് നമ്മുടെ ഒരു സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് പോലെ ഒരു എൻമോസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ എല്ലാ നോഡിലും വരുന്ന വോൾട്ടേജസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ദാറ്റ് ഈസ് വി എസ്, വി ഡി, വി ജി, ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. അതുപോലെ തന്നെ ബ്രാഞ്ച് കറണ്ടുകളും നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. സോ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്കറിയാം മോസ്ഫെറ്റിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആണ്. സോ ഇവിടെ നമുക്ക് ഗേറ്റ് കറണ്ട് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ സിൻസ് ഗേറ്റ് കറണ്ട് ഈസ് 0, നമുക്ക് ഈ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് വി ജി നമുക്ക് കിട്ടും. സോ വി ജി എന്ന് പറയുന്നത് വി ഡി ഡി ഇൻറ്റു, സോ വി ജി മീൻസ് ഈ ഒരു ആർ ജി ടു നെക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ശരിക്കും വി ജി എന്ന് പറയുന്നത്. സോ വി ഡി ഡി ഇൻറ്റു ആർ ജി ടു ഡിവൈഡഡ് ബൈ ആർ ജി വൺ പ്ലസ് ആർ ജി ടു. സോ വി ഡി ഡി 10 ആണ്. ആർ ജി ടുവിൻ്റെ വാല്യൂ 10 മെഗാ ഓം ആണ്. ആർ ജി വണ്ണിൻ്റെ വാല്യൂവും 10 മെഗാ ഓം ആണ്. സോ നമുക്കിങ്ങനെ എഴുതാം. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 10 × 10 by 10 + 10 and that value will be equal to 5 volt. സോ നമുക്ക് വി ജി നമുക്ക് കിട്ടും 5 വോൾട്ട് ആണ്. സോ വി ജി 5 വോൾട്ട് ആകുമ്പോൾ ഈ ഒരു എൻ ചാനൽ മോസ്ഫെറ്റ് ഓൺ ആവും. കാരണം വി ജി ഗ്രേറ്റർ ദാൻ വി ടിയിൽ നമുക്ക് എൻ മോസ് ഓൺ ആണെന്ന് പറയാം. സോ ഇത് ഓൺ ആണ്. സോ നമുക്കിത് ഓൺ മീൻസ്, സോ വി ക്യാൻ റൈറ്റ് എൻ മോസ് ഈസ് ഓൺ. സോ ഓൺ മീൻസ് ഇറ്റ് ക്യാൻ ബി സാച്ചുറേഷൻ ഓർ ട്രയോഡ് റീജിയൻ. സോ സാച്ചുറേഷനിലും ആവാം അല്ലെങ്കിൽ ട്രയോഡിലും ആവാം, ഏതാണെന്ന് നമുക്കറിയില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുവാണ്. ഏതെങ്കിലും ഒരു മോഡിലാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അസ്യൂം ഇറ്റ് ഈസ് ഇൻ സാച്ചുറേഷൻ. സോ സാച്ചുറേഷനിലാണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമ്മളിത് സോൾവ് ചെയ്യുവാണ്. സോൾവ് ചെയ്തിട്ട് നമ്മുടെ അസംഷൻ റോങ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. റോങ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ അസംഷൻ ട്രയോഡ് റീജിയനിലാണെന്ന് അസ്യൂം ചെയ്തിട്ട് സോൾവ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെത്തേഡ്, സോൾവിങ് മെത്തേഡ്. സോ നമ്മൾ സാച്ചുറേഷനിലാണെന്ന് അസ്യൂം ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുകയാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് അറ്റ് സോഴ്സിലുള്ള വോൾട്ടേജ് എത്ര നോക്കാം. സോ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ഡി ആണെങ്കിൽ, ഡ്രെയിൻ കറണ്ട്, ഈ സോഴ്സിലുള്ള വോൾട്ടേജ് നമുക്ക് ഐ ഡി ഇൻറ്റു ആർ എസ്, അതായിരിക്കും ഇവിടുത്തെ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വോൾട്ടേജ് അറ്റ് സോഴ്സ് ഈസ് ഈക്വൽ ടു 6 കിലോ ഓം ഇൻറ്റു ഐ ഡി, അല്ലെങ്കിൽ 6 ഐ ഡി എന്ന് നമുക്ക് പറയാം വോൾട്ടേജ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വി ജി എസ് മെഷർ ചെയ്യുവാണെങ്കിൽ വി ജി എസ് ഈസ് വി ജി മൈനസ് വി എസ്. വി ജിയുടെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്തു, 5 വോൾട്ട് ആണ്. 5 മൈനസ് വി എസ്, വോൾട്ടേജ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് 6 ഐ ഡി ആണ്. സോ വി ജി എസിൻ്റെ വാല്യൂ ഞാൻ മെഷർ ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ അസംഷൻ എന്താണ്? സാച്ചുറേഷൻ ആണെന്നാണ്. സോ സാച്ചുറേഷനിൽ ഡ്രെയിൻ കറണ്ട് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ഐ ഡി ഈസ് ഈക്വൽ ടു 1/2 കെ എൻ ഡാഷ് ഡബ്ല്യു ബൈ എൽ ഇൻറ്റു വി ജി എസ് മൈനസ് വി ടി ദ ഹോൾ സ്ക്വയർ. സോ ഈ ഇക്വേഷനകത്ത് നമുക്ക് കെ എൻ ഡാഷ് ഡബ്ല്യു ബൈ എല്ലിൻ്റെ വാല്യൂ 1 ആണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ 1. വി ജി എസ് എന്ന് പറയുന്നത് 5 മൈനസ് 6 ഐ ഡി ആണ്. മൈനസ് വി ടി എന്നിൻ്റെ വാല്യൂ 1 ആണെന്ന് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. സോ വി ടി എൻ തന്നിട്ടുണ്ട്, അതുപോലെ കെ എൻ ഡാഷ് ഡബ്ല്യു ബൈ എൽ രണ്ടിൻ്റെയും വാല്യൂ 1 ആണ്. സോ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇവിടെ നമുക്ക് ഐ ഡി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. സോ ദ ഹോൾ സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു 5 മൈനസ് 1 മീൻസ് 4 മൈനസ് 6 ഐ ഡി ദ ഹോൾ സ്ക്വയർ. സോ ഇവിടെ നമുക്കൊരു 2 കോമൺ എടുക്കുകയാണെങ്കിൽ 2 സ്ക്വയർ 4 കോമൺ ആയിട്ട് വരും. ദാറ്റ് ഈസ് 2 എന്ന് വരും. 2 ഇൻറ്റു ഇവിടുന്ന് 2 സ്ക്വയർ 2 കോമൺ എടുക്കുക എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ 4 ആണ്. സോ 2 ഇൻറ്റു 4 ക്യാൻസൽ ചെയ്ത് 2 വരും. റിമൈനിങ് 2 മൈനസ് 3 ഐ ഡി ഇൻറ്റു ഹോൾ സ്ക്വയർ.
സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ ചെയ്യുമ്പോൾ 4 പ്ലസ് 9 ഐ ഡി സ്ക്വയർ മൈനസ് 2 എ ബി മീൻസ് 2 ഇൻറ്റു 2 4 ഇൻറ്റു 3 ദാറ്റ് ഈസ് മൈനസ് 12 ഐ ഡി. ഇതാണ് ഐ ഡി ഈസ് ഈക്വൽ ടു. സോ ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 2 ഇൻറ്റു 9 18 ഐ ഡി സ്ക്വയർ ദെൻ 24 ഐ ഡി, ഒരു ഐ ഡി ഇവിടെ ഉണ്ട്. സോ മൈനസ് 25 ഐ ഡി ദെൻ 8 ഉണ്ട്. സോ പ്ലസ് 8 ഈക്വൽ ടു 0. സോ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം അറിയാം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0. ഇതിനകത്ത് നമുക്ക് റൂട്ട്സ് സോൾവ് ചെയ്യാൻ നമുക്ക് അറിയാം. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും രണ്ട് റൂട്ട്സ്, ഒരു പ്ലസ് മൈനസ് വാല്യൂ ചെയ്യുമ്പോൾ രണ്ട് റൂട്ട്സ് കിട്ടും. സിമിലർലി ഇവിടെ നമുക്ക് ഐ ഡി സോൾവ് ചെയ്ത് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും. ഐ ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത്, ഒരു വാല്യൂ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 0.89 മില്ലി ആംപിയർ എന്ന് കിട്ടും. 0.89 മില്ലി ആംപിയർ. ദെൻ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് 0.5 മില്ലി ആംപിയർ. ഇങ്ങനെ രണ്ട് വാല്യൂസാണ് നമുക്ക് ഐ ഡിക്ക് കിട്ടുന്നത്. സോ നമ്മൾ ആദ്യത്തെ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഈ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വോൾട്ടേജ് അറ്റ് സോഴ്സ് എന്ന് പറയുന്നത് 6 ഇൻറ്റു ഐ ഡി ആണ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തത്. സോ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ 6 കിലോ ഓം ഇൻറ്റു ഐ ഡി ഈസ് 0.89 വിച്ച് ഈസ് ഈക്വൽ ടു 5.34. സോ വി എസിൻ്റെ വാല്യൂ 5.34 വോൾട്ടാണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ വി ജി. വി ജിയെക്കാട്ടിൽ കൂടുതലാണ്. സോ നമുക്ക് പറയാം ദ ട്രാൻസിസ്റ്റർ വിൽ ബി ഇൻ കട്ട് ഓഫ്. സോ ഈ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രാൻസിസ്റ്റർ കട്ട് ഓഫ് റീജിയനിൽ പോകും. സോ നമുക്കൊരിക്കലും ഏത് വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റില്ല. 0.89 എന്നുള്ള വാല്യൂ റോങ് ആണ്. സോ നമ്മൾ അസംഷൻ സാച്ചുറേഷൻ ആണ്. സോ ഇതൊരിക്കലും കട്ട് ഓഫിലേക്ക് പോവില്ല. ഇതർ ട്രയോഡ് അല്ലെങ്കിൽ സാച്ചുറേഷൻ ആണ്, ഒരിക്കലും അത് കട്ട് ഓഫിലേക്ക് പോവില്ല. സോ അവർ ഐ ഡി വാല്യൂ 0.89 മില്ലി ആംപിയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ റോങ് അസംഷൻ. സോ അത് റോങ് ആണ്. സോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.5 മില്ലി ആംപിയർ ആണ്. സോ therefore ഐ ഡി വാല്യൂ വിൽ ബി ഈക്വൽ ടു 0.5 മില്ലി ആംപിയർ. സോ 0.5 മില്ലി ആംപിയർ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ വി എസ് ഇസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു 6 ഐ ഡി ആണ്. 6 ഇൻറ്റു 0.5 6K ഇൻറ്റു 0.5 മില്ലി ആംപിയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 വോൾട്ട്. സോ ഇവിടെ വി എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ വി ജി ആണ്. സോ വി ജി എസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വി ജി മൈനസ് വി എസ് ദാറ്റ് ഈസ് വി ജി 5 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 2 വോൾട്ട്. സോ വി ജി എസ് കിട്ടി. ദെൻ വി ഡി നമുക്ക് സോൾവ് ചെയ്യാം. ഈ ഒരു ഫിഗറിൽ നിന്നും നമുക്ക് വി ഡി, ഈ ഡ്രെയിൻ വോൾട്ടേജ്, ഈ നോഡിലെ വോൾട്ടേജ് ആണ് വി ഡി. ആ വി ഡിയുടെ വാല്യൂ നമുക്ക് സോൾവ് ചെയ്യാം. വി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും 10 മൈനസ് വി ഡി ബൈ ആർ ഡി, അതാണ് ഐ ഡി എന്ന് പറയുന്നത്. സോ നമുക്ക് ഐ ഡിയിൽ നിന്നും നമുക്കത് കണ്ടുപിടിക്കാം. സോ ഐ ഡി ഈസ് ഈക്വൽ ടു വി ഡി ഡി മൈനസ് വി ഡി ബൈ ആർ ഡി. സോ വി ഡി ഡി 10 ആണ്, വി ഡി നമുക്കറിയില്ല, ബൈ ആർ ഡി എന്ന് പറയുന്നത് 6 കിലോ ഓം ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഡിയുടെ വാല്യൂ നമുക്ക് അറിയാം 0.5 മില്ലി ആംപിയർ ആണ്. സോ ഇവിടെ നിന്ന് നമുക്ക് വി ഡി വിച്ച് ഇംപ്ലൈസ് വി ഡി ഈസ് ഈക്വൽ ടു 10 മൈനസ് 0.5 ഇൻറ്റു 6 കിലോ ഓം മില്ലി ആംപിയറോട് നമുക്ക് അത് 1 ആയി പോവും. സോ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 7 വോൾട്ട് എന്ന് കിട്ടും. സോ നമുക്ക് വി ഡി കിട്ടിയിരിക്കുന്നത് 7 വോൾട്ടാണ്, വിച്ച് മീൻസ് വി ഡി ഈസ് ഗ്രേറ്റർ ദാൻ വി ജി മൈനസ് വി ടി. വി ടി 1ഉം വി ജിയുടെ വാല്യൂ 5 ആണ്. 5 മൈനസ് 1 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ. സോ നമ്മുടെ അസംഷൻ ശരിയാണ്. വി ഡി ഗ്രേറ്റർ ദാൻ വി ജി മൈനസ് വി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സാച്ചുറേഷൻ ആണ്. സോ അവർ അസംഷൻ ഈസ് കറക്റ്റ്. നമ്മൾ നോഡ് വോൾട്ടേജസ് കണ്ടുപിടിച്ചു, ഡ്രെയിൻ കറണ്ട് കണ്ടുപിടിച്ചു, വി ജി എസ് സോൾവ് ചെയ്തു. സോ വി ഡി ഡിറ്റർമിൻ ചെയ്തു. എല്ലാ നോഡ് വോൾട്ടേജസും കറണ്ട് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം അനലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഡിസൈൻ ദ സർക്യൂട്ട് ഓഫ് ഫിഗർ സോ ദാറ്റ് ദ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്സ് ഇൻ സാച്ചുറേഷൻ. സോ ഇത് സാച്ചുറേഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഡി വി ഡി ഒക്കെ തന്നിട്ടുണ്ട്. ഒരു എൻ മോസ് അല്ല ഇവിടെ തന്നിരിക്കുന്നത്, ഒരു പി മോസ് ആണ്. എൻഹാൻസ്മെൻറ്റ് ടൈപ്പ് പി മോസ് ആണ്. വി ടി പി തന്നിട്ടുണ്ട്.
ദെൻ ഈ വാല്യൂ ലാംഡ 0 ആണെന്നും നമുക്ക് അസ്യൂം ചെയ്യാൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആർ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ആർ ഡിയുടെ വാല്യൂ എന്താണ്, ഇതൊക്കെയാണ് ഇതിനകത്ത് നിന്ന് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം നോക്കാം. സോ ഒരു എൻഹാൻസ്മെൻറ്റ് എൻമോസിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വി ജി ലെസ് ദാൻ വി ടി ആണെങ്കിൽ കട്ട് ഓഫിലായിരിക്കും, ദെൻ ഐ ഡി 0 ആയിരിക്കും. അതുപോലെ തന്നെ ഓവർ ഡ്രൈവ് വോൾട്ടേജ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു വി ജി എസ് മൈനസ് വി ടി ആണ്, അല്ലെങ്കിൽ വി ജി എസ് ഇസ് ഈക്വൽ ടു വി ടി എൻ പ്ലസ് വി ഒ വി ആണ്. സോ എന്നാൽ മാത്രമേ ആ ഒരു ത്രെഷോൾഡ് മെയിൻറ്റെയിൻ ചെയ്ത് ചാനൽ ഇൻഡ്യൂസ് ചെയ്യത്തുള്ളൂ. സോ ചാനൽ ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ക്യാൻ ഓപ്പറേറ്റ് ഇൻ ട്രയോഡ് റീജിയൻ അല്ലെങ്കിൽ സാച്ചുറേഷൻ റീജിയൻ. സോ ഇതാണ് എൻ്റെ ഡ്രെയിൻ ക്യാരക്ടറിസ്റ്റിക്സ്. സോ സാച്ചുറേഷൻ്റെ കണ്ടീഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്, ട്രയോഡ് അല്ലെങ്കിൽ ലീനിയർ റീജിയൻ്റെ കണ്ടീഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ കണ്ടീഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ കറണ്ട് ഇക്വേഷൻസും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം എൻമോസിൻ്റെ കേസിലും. സിമിലർലി പി മോസിൻ്റെ കേസിലും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇതാണ് പി മോസിൻ്റെ കേസിലുള്ളത്. വി എസ് ജി ലെസ് ദാൻ മോഡ് വി ടി പി, ദെൻ ദ ട്രാൻസിസ്റ്റർ ഈസ് ഇൻ കട്ട് ഓഫ്. ദെൻ ഇവിടെ വി എസ് ജി ഈസ് ഈക്വൽ ടു മോഡ് വി ടി പി പ്ലസ് മോഡ് വി ഒ വി, ഇതാണ് ചാനൽ ഇൻഡ്യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻ. ദെൻ അത് വെച്ചിട്ട് നമുക്ക് ട്രയോഡ് റീജിയനും സാച്ചുറേഷൻ റീജിയനും പറയാം. സോ ഓരോ കണ്ടീഷൻസും കറണ്ട് ഇക്വേഷൻ സഹിതം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ കണ്ടീഷൻസ് നമ്മൾ എൻമോസിൻ്റെയും ബി മോസിൻ്റെയും കേസിൽ നമ്മളത് അറിഞ്ഞിരിക്കണം. ഈ ഒരു ഗ്രാഫും ട്രയോഡ് റീജിയൻ ഏതാണ്, സാച്ചുറേഷൻ റീജിയൻ ഏതാണ്, ഓവർ ഡ്രൈവ് വോൾട്ടേജ് എന്താണ് എന്നുള്ളത് എൻമോസിൻ്റെയും പി മോസിൻ്റെയും കേസിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പി മോസിൻ്റെ പ്രോബ്ലമാണ് ഇവിടെ നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ആ പ്രോബ്ലം. ഇവിടെ നമുക്കറിയാം സാച്ചുറേഷനിലാണ് തന്നിട്ടുണ്ട്. സോ നമുക്ക് യൂസ് ചെയ്യാം ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ. ഐ ഡി ഈസ് ഈക്വൽ ടു 1/2 കെ പി ഡാഷ് ഡബ്ല്യു ബൈ എൽ ഇൻറ്റു മോഡ് വി ഒ വി ദ ഹോൾ സ്ക്വയർ. ഞാൻ നേരത്തെ ഇക്വേഷൻ പറഞ്ഞിരുന്നു. ഇതാണ് ഡ്രെയിൻ കറണ്ടിൻ്റെ ഇക്വേഷൻ, മോഡ് വി ഒ വി ദ ഹോൾ സ്ക്വയർ. സോ ഇവിടെ ഐ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.5 മില്ലി ആംപിയർ. ദെൻ 1/2 ഇൻറ്റു കെ പി ഡാഷ് ഡബ്ല്യു ബൈ എല്ലിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് മില്ലി ആംപിയറിലാണ്, 1 മില്ലി ആംപിയർ പെർ വോൾട്ട് സ്ക്വയർ. സോ ദിസ് ഇസ് 1. ദെൻ മോഡ് വി ഒ വി ദ ഹോൾ സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് മോഡ് വി ഒ വി വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ദറ്റ് ഈസ് 2 ഇൻറ്റു 0.5, അത് 1 ആണ്. സോ മോഡ് വി ഒ വിയുടെ വാല്യൂ 1 വരും, 1 വോൾട്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു വി എസ് ജിയുടെ കണ്ടീഷൻ, പി മോസിൻ്റെ കേസിൽ വി എസ് ജിയുടെ കണ്ടീഷൻ നമ്മളിവിടെ പറഞ്ഞിരുന്നു. ഇതാണ് കണ്ടീഷൻ, വി എസ് ജി ഈക്വൽ ടു മോഡ് വി ടി പി പ്ലസ് മോഡ് വി ഒ വി. ആ മോഡ് വാല്യൂ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. സോ മോഡ് വി ടി പി പ്ലസ് മോഡ് വി ഒ വി. സോ ഇതാണ് ഇതിൻ്റെ കേസിലുള്ള ഓവർ ഡ്രൈവ് വോൾട്ടേജിൻ്റെ വി എസ് ജി ആയിട്ടുള്ള റിലേഷൻ. സോ മോഡ് വി ടി പി, ഇവിടെ വി ടി പി -1 വോൾട്ട് ആണ്. സോ മോഡ് എടുക്കുമ്പോൾ അത് പ്ലസ് ആവും. മോഡ് വി ഒ വി 1 ആണ്. സോ വി എസ് ജിയുടെ വാല്യൂ 2 വോൾട്ട് നമുക്ക് കിട്ടും. ദെൻ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ സോഴ്സ് വോൾട്ടേജ്, ഇതാണ് സോഴ്സ്, പി മോസ് ആണ്, ഇതാണ് സോഴ്സ്. സോഴ്സ് 5 വോൾട്ടേജ് ആണ്. സോ വി എസിൻ്റെ വാല്യൂ +5 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി എസ് ജി ഇക്വേഷൻ എഴുതുമ്പോൾ, വി എസ് ജിയുടെ വാല്യൂ എഴുതുമ്പോൾ വി എസ് മൈനസ് വി ജി, ദാറ്റ് ഈസ് വി എസ് ജിയുടെ വാല്യൂ നമുക്കറിയാം 2 ആണ്. 2 ഈസ് ഈക്വൽ ടു 5 മൈനസ് വി ജി. അതിൽ നിന്ന് നമുക്ക് വി ജിയുടെ വാല്യൂ 3 വോൾട്ട് എന്ന് നമുക്ക് കിട്ടും. സോ നമുക്ക് ഗേറ്റ് വോൾട്ടേജ് 3 വോൾട്ട് കിട്ടാൻ നമുക്ക് ആർ ജി 1ൻ്റെയും ആർ ജി 2ൻ്റെയും വാല്യൂ നമുക്കിവിടെ ഡിസൈൻ ചെയ്യാം. വി ജിയുടെ വാല്യൂ 3 വോൾട്ട് കിട്ടാൻ വേണ്ടി നമുക്ക് ആർ ജി 1 എത്ര വേണം, ആർ ജി 2 എത്ര വേണം. സോ ഇവിടെ നമുക്കൊരു അസംഷൻ ചെയ്യേണ്ടി വരും. ഞാനിവിടെ ആർ ജി 1ൻ്റെ വാല്യൂ 2 മെഗാ ഓം ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ വി ജിയുടെ വാല്യൂ അറിയാം, ദാറ്റ് ഈസ് 3 വോൾട്ട് ആണ്. 3 വോൾട്ട് ഈസ് ഈക്വൽ ടു ഇതാണ്, ഇവിടുത്തെ വോൾട്ടേജ് 3 ആണ്, വി ജിയുടെ വാല്യൂ 3 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് അക്രോസ് ആർ ജി 2 ആണ് ഈ വി ജി എന്ന് പറയുന്നത്. സോ വി ജി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, വി ഡി ഡി ഇൻറ്റു ആർ ജി 2 ബൈ ആർ ജി 1 പ്ലസ് ആർ ജി 2. സോ വി ജി ഈസ് ഈക്വൽ ടു വി ഡി ഡി, that VD supply value into RG2 divided by RG2 plus RG1. RG1 ഞാൻ 2 മെഗാ ഓം ആയിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് RG2ൻ്റെ വാല്യൂ 3 മെഗാ ഓം എന്ന് നമുക്ക് കിട്ടും.
സോ RG1ൻ്റെ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് 2 മെഗാ ഓം ആണ്. RG2ൻ്റെ വാല്യൂ നമുക്ക് 3 മെഗാ ഓം കിട്ടും. ഫോർ ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത് VG3 വോൾട്ടിലേക്കാണ്. സോ VG3 വോൾട്ടിലേക്ക് നമുക്ക് RG1ൻ്റെ RG2ൻ്റെ വാല്യൂ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് RD സോൾവ് ചെയ്യാം. RD ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാ വാല്യൂസും ഡിസൈൻ ചെയ്യണം. സോ VD/ID. സോ ഡ്രെയിൻ വോൾട്ടേജ് എത്രയാണ്? ഡ്രെയിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 3 വോൾട്ട് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3 വോൾട്ട്. സോ 3 വോൾട്ട് ഡിവൈഡഡ് ബൈ 0.5 മില്ലി ആംപിയർ. സോ ID 0.5 മില്ലി ആംപിയർ ആണ്. 3 വോൾട്ട് VD തന്നിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. സോ 0.5 മില്ലി ആംപിയർ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 6 കിലോ ഓം എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ദാറ്റ് RD ക്യാൻ ഹാവ് വൈൽ മെയിൻറ്റെയിനിങ് സാച്ചുറേഷൻ റീജിയൻ ഓപ്പറേഷൻ. സോ സാച്ചുറേഷൻ മോഡിൽ നിർത്താൻ RDയുടെ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സാച്ചുറേഷൻ മോഡ് വിൽ ബി മെയിൻറ്റെയിൻഡ്. സാച്ചുറേഷൻ മോഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ until VD exceeds. So until VD exceeds VG by mod VTP. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സോ നമുക്ക് എഴുതാം VD drain current maximum value will be equal to that is 3. VGയുടെ വാല്യൂ ഇതാണ്. മോഡ് VTPയുടെ വാല്യൂ 1 ആണ്. സോ 4 വോൾട്ട് ആണ് നമ്മുടെ കണ്ടീഷൻ. VD മാക്സിൻ്റെ കണ്ടീഷൻ 3 + 1 = 4 വോൾട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ RDയുടെ വാല്യൂ എന്താണ്? സോ ഇവിടെ VD മാക്സ് ബൈ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഡ്രെയിൻ വോൾട്ടേജ് 4 വോൾട്ട് ആണ് ബൈ IDയുടെ വാല്യൂ 0.5 മില്ലി ആംപിയർ ആണ്. സോ 4 ഡിവൈഡഡ് ബൈ 0.5 which is equal to 8 കിലോ ഓം. ഈ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് സാച്ചുറേഷൻ മോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ VD മാക്സിൻ്റെ കണ്ടീഷൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് ആ മോഡ് VTP വാല്യൂവിനെ എക്സീഡ് ചെയ്യുന്ന കണ്ടീഷനാണ് സാച്ചുറേഷൻ മോഡായിട്ട് നമ്മൾ പറയുന്നത്. ഈ രീതിയിലാണ് ഈ പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമ്മൾ MOSFET DC സർക്യൂട്ട് ഓപ്പറേഷൻ പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് MOSFET ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അത് അടുത്ത ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.